കർത്താവിൽ പ്രിയരെ, ഇന്ന് വലിയ നോമ്പിൽ രണ്ടാം ദിനം സ്വർഗത്തേക്ക് നോക്കാനുള്ള കാലമാണ് നോമ്പുകാലം. ഒരു തടാകത്തിൻ്റെ തീരത്ത് ഒച്ചുകളെയും തിരഞ്ഞ് നടക്കുകയായിരുന്നു കൊക്ക്. പെട്ടെന്ന് അതിമനോഹരിയായ ഒരു അരയന്നം അവിടെ പറന്നിറങ്ങി. അത്ഭുതം കൂറുന്ന മിഴികളോടെ കൊക്ക് കുറേ നേരം അരയന്നത്തെ നോക്കി നിന്നിട്ട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. സ്വർഗമോ? കൊക്കിന് ഒന്നും മനസ്സിലായില്ല. അതേ, സ്വർഗം തന്നെ. നീ സ്വർഗത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? തുടർന്ന് സ്വർഗത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് അരയന്നം ഇങ്ങനെ വർണ്ണിക്കുവാൻ തുടങ്ങി. അവിടുത്തെ നഗരം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണം കൊണ്ടാണ്. മതിലുകളും ഗേറ്റുകളുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് രത്നക്കല്ലുകൾ കൊണ്ടുമാണ്. നഗരമധ്യത്തിലൂടെ ഒഴുകുന്ന ജീവജലത്തിൻ്റെ അരുവി സ്ഫടികം പോലെ തെളിഞ്ഞതും അതിൻ്റെ തീരത്ത് നിൽക്കുന്ന ജീവന്റെ വൃക്ഷം 12 തരം ഫലം കായ്ക്കുന്നതുമാണ്. രാഷ്ട്രങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടിയാണ് ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നത്. അരയന്നത്തിൻ്റെ വർണ്ണനകൾ കേട്ടിട്ടൊന്നും കൊക്കിന് യാതൊരുവിധ താല്പര്യവും തോന്നിയില്ല. ഒടുവിൽ കൊക്ക് ചോദിച്ചു, സ്വർഗത്തിൽ ഒച്ചുകളുണ്ടോ? ഒച്ചുകളോ? അങ്ങനെയുള്ള യാതൊന്നും സ്വർഗത്തിലില്ല. എങ്കിൽ നിനക്ക് നിന്റെ സ്വർഗം, എനിക്ക് വേണ്ടത് ഒച്ചുകളെയാണ്. ഒച്ചുകളില്ലാത്ത സ്വർഗത്തിൽ എനിക്ക് താല്പര്യമില്ല. ഒച്ചുകൾക്ക് വേണ്ടി സ്വർഗത്തെ നഷ്ടപ്പെടുത്തിയ കൊക്ക് നമ്മളിൽ പലരുടെയും പ്രതിബിംബമാണ്. ഒരു പാത്രം പാൽപ്പായസത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം ഉപേക്ഷിച്ച ഏശാവും 30 വെള്ളിക്കാശിനു വേണ്ടി ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസും കൊക്കിൻ്റെ ഗ്രൂപ്പിൽ പെട്ടവർ തന്നെ. നമ്മുടെ ജീവിതത്തിലും സ്വർഗം നഷ്ടപ്പെടുത്തിയ ഒച്ചുകൾ ധാരാളമില്ലേ? മദ്യം, മയക്കുമരുന്ന്, അരാജകത്വം, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടം, അമിതമായ സമ്പത്ത് നേടുവാനുള്ള വ്യഗ്രത, ഇങ്ങനെയുള്ള പല ഒച്ചുകൾക്കും വേണ്ടി നാം ആത്മാവിനെയും നിത്യജീവനെയും അവഗണിച്ചിട്ടില്ലേ? അനേകം നാളുകളായി സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും കേട്ടിട്ടും നമുക്കിപ്പോഴും കൂടുതൽ സ്നേഹം സ്വർഗത്തോടാണോ അതോ നമ്മുടെ പ്രിയപ്പെട്ട ഒച്ചുകളോടാണോ? അനേകരുടെയും പ്രശ്നം അവർ ഒച്ചിനെയും സ്വർഗത്തെയും ഒരേ സമയം സ്നേഹിക്കുന്നു എന്നതാണ്. എന്നാൽ കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരേ സമയം 2 യജമാനന്മാരെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ദൈവം നൽകിയ അവസരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, നിരവധി ആത്മീയ അനുഭവങ്ങൾ, ഇതെല്ലാം ലോകസുഖങ്ങളായ ഒച്ചുകൾക്ക് വേണ്ടി നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ഒച്ചുകളിൽ നിന്നും മുഖമുയർത്തി സ്വർഗത്തെ നോക്കി കരയുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരട്ടെ. പത്രോസ് പുറത്തുപോയി ഹൃദയം പൊട്ടി കരഞ്ഞപ്പോൾ അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകിയ കർത്താവ് നമുക്കും നഷ്ടമായ ദൈവകൃപകൾ വീണ്ടെടുത്തു തരും. ഈ ലോകത്തെ പ്രതി സ്വർഗത്തിൻ്റെ നന്മകളും സ്വർഗത്തിൻ്റെ മൂല്യങ്ങളും നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. അതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വന്തം ഈപ്പനച്ചൻ.